കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ കൂടെ ദൈവത്തെ വിലപ്പെട്ട ദൈവികാരത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മഹാനിയോഗത്തെ കുറിച്ച് അഭിഷേകത്തിലൂടെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. ഹല്ലേലൂയ. ആ സ്വതന്ത്രം നമുക്ക് ആ സ്വതന്ത്രം അതുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നു. സ്വതന്ത്രം തിമോഥെയോസിന് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 7-ഉം 8-ഉം വാക്യം ഒരാൾ വായിച്ചു. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പരിശുദ്ധനായ കർത്താവേ, ഈ പകൽ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടെ നൽകപ്പെട്ട വചനത്തിനായി സ്തോത്രം. കർത്താവിന്റെ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കുകയും അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചുള്ള വചനത്തിന്റെ വലിയ വിടുതൽ എന്ന് പകൽക്കാലം അതിശക്തിയോടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ അയക്കപ്പെട്ട വചനം, അല്പം മുമ്പ് ദൈവദാസനോട് കേൾക്കപ്പെട്ട വചനം, സ്തോത്രം ഇപ്പോൾ വായിക്കപ്പെട്ട വചനം, ഈ വചനത്തിന്റെ വിടുതൽ എന്ന സ്വതന്ത്രമാവൻ പകൽ ശക്തിയോട് വെളിപ്പെടണം. കർത്താവെ, സ്വതന്ത്ര കടന്ന ജനം വിടുതൽ പ്രാപിച്ച് മടങ്ങുവരയായി തീരണം. ദൈവവചനം അതിന്റെ ക്രിയ ചെയ്യും. ആ വിടുതൽ പോലെ പ്രാപിച്ചു മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കും. നന്മ നിറയ്ക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ അനുഗ്രഹീതമായ സ്വതന്ത്രം ഈ പകൽ സമയത്തിനായി നിങ്ങൾ സ്തുതിക്കുന്നു. സ്വതന്ത്രം ഈ യോഗം ചെയ്തിന്റെ ബഹുമാനപ്പെട്ട കർത്തൃവൃത്തിന്മാർ, സ്വതന്ത്രമാമേൻ പ്രിയ റോഹിത് പാസ്റ്റർ, ടൈറ്റസ് പാസ്റ്റർ, സ്വതന്ത്രം ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഇപ്പോൾ സ്വതന്ത്രം അമേരിക്കൻ ഐക്യനാടുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്തൃവൃത്തി പാസ്റ്റർ വിൽസൺ ജോസഫ് സ്വതന്ത്രം, ഇന്ന് ഈ സ്വതന്ത്രം ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന സ്വതന്ത്രം പ്രിയ ജോസ് ബ്രദർ മുണ്ടക്കയം, സ്വതന്ത്രം ആമേൻ, അതുപോലെ സ്വതന്ത്രം പ്രിയ ജോൺസൺ ബ്രദർ, പ്രിയ സ്വതന്ത്രം സ്വതന്ത്രം ഉണ്ടാക്കി സ്വതന്ത്രം ആമേൻ, സ്വതന്ത്രം ഇവിടെ ആയിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ എല്ലാവർക്കും വേഗം വരുന്നവരായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ പ്രത്യേകിച്ച് എനിക്ക് ദൈവം സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട ബിനോയ് സ്വതന്ത്രമാവിൻ ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വതന്ത്രമാവിൻ വളരെ വിലപ്പെട്ട സാക്ഷ്യങ്ങൾ നാം ഇന്ന് രാത്രിയിൽ സാക്ഷി പറഞ്ഞ ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ മുതൽ സ്വതന്ത്രം ആമേൻ, സ്വതന്ത്രം അദ്ദേഹത്തിന്റെ സാക്ഷ്യവും സ്വതന്ത്രം ഇവിടെ അനേകരെ ബലപ്പെടുത്തി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ കരങ്ങളിൽ തീർച്ചുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവദാസന്റെ സാക്ഷ്യം അതും അനേകരെ ബലപ്പെടുത്തുന്നതാണ്. സ്വതന്ത്രമാമേൻ എന്റെ സാക്ഷ്യങ്ങൾക്ക് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സ്വതന്ത്രമാമേൻ 2 വർഷക്കും വന്നപ്പോൾ 5 വെച്ചുകൊണ്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തി. കഴിഞ്ഞ ഒരു ദിവസം സ്വതന്ത്രം ഞാൻ എന്നെ പറ്റി ഇവിടെ പരിചയപ്പെടുത്തിയിരുന്നു. ഞാൻ എന്റെ പേര് സാമെന്നാണ്. സാമലങ്കർ എന്ന പേരിൽ സ്വതന്ത്രമാമേൻ ആർട്ടിസ്റ്റായും മലയാളത്തിലെ ആധികാരിക പ്രസിദ്ധീകരണങ്ങളിൽ കാർട്ടൂണിസ്റ്റായും ഉപജീവനം കഴിക്കുന്ന വ്യക്തിയാണ്. സ്വതന്ത്രമാമേൻ ഒരു കലാകാരൻ എന്നാൽ അവൻ സ്വതന്ത്രം മോശക്കാരനായി ജീവിക്കണം, മദ്യപാനിയായി ജീവിക്കണമെന്ന് ലോകം കരുതുന്നതുപോലെ അതിനൊട്ടും വികാരം വരുത്താതെ കൊട്ടാരക്കര പട്ടണത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. സ്വതന്ത്രമാമേൻ എന്റെ സാക്ഷ്യം ഞാൻ സഭയിൽ അങ്ങനെ പറയുന്നില്ല. സ്വതന്ത്രം എന്റെ സാക്ഷ്യങ്ങൾ ഞാൻ കവലകളിൽ നിന്നാണ് പറയുന്നത്. കാരണം എന്റെ സാക്ഷ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും എടുക്കാനില്ല. സ്വതന്ത്രം ആമേൻ അതവരെ ചിലപ്പോൾ നെഗറ്റീവ് ഫലം അവർക്ക് ഉണ്ടാകും, അതുകൊണ്ടാണെന്ന് പറയാറുള്ളത്. സ്വതന്ത്രം എന്നാൽ സ്വതന്ത്രമാമേൻ അനേക മദ്യപാനികൾ സ്വതന്ത്രമാമേൻ എന്റെ അനുഭവസാക്ഷ്യം കേട്ടുകൊണ്ട് സ്വതന്ത്രം ദൈവഭാഗത്തെ കടന്നുകൊണ്ട് കൊട്ടാരക്കര, കൊല്ലം ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ എല്ലാ കവലകളിലും ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ചില കവലകളിൽ പറയാനുള്ളത് നമ്മൾ പറയുന്ന പോലെ കാര്യം കൊട്ടാരക്കരൻ നമ്മൾ ജനിച്ചു വളർന്ന ആളാണെങ്കിലും സ്വതന്ത്രം വെട്ടിക്കുന്നല്ല നമ്മുടെ ഇവിടെ ആയിരിക്കുന്ന പ്രിയ ജോസ് ബ്രദർ ചുമതലയെ വഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു തലക്കരയാണ്. സ്വതന്ത്രം അതിനിപ്പുറത്തോടുള്ള സ്ഥലങ്ങള് പുത്തൂർ, പാങ്ങോട്, സ്വതന്ത്രം ആമേൻ അകൽ പ്രദേശമുണ്ട്, സ്വതന്ത്രം കരിയപ്പറ, നെടുമങ്കാവ്, സ്വതന്ത്രം അങ്ങനെയുള്ള ദേശങ്ങളുണ്ട്. അവിടെ ഒന്ന് ദൂഷ്യത പറയാനൊക്കത്തില്ല. സ്വതന്ത്രം വടക്കേന്ത്യയിലൊക്കെ പിന്നെ നമുക്ക് പറയാം. ഞാൻ അനേക പട്ടണങ്ങൾ വടക്കേന്ത്യയിൽ ബസ്സാട്, വാപ്പി, സ്വതന്ത്രം ആമേൻ, അല്ലെങ്കിൽ അമൃതസർ, സ്വതന്ത്രം ഇവിടെല്ലാം ഞാൻ പോയി ദൈവ സംസാരിക്കും. അനേക ഭവനങ്ങളിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്വതന്ത്രം ആമേൻ നമ്മുടെ ദേശത്ത് എന്തിനാണ് ഞാൻ ഒരു ദിവസം വെലങ്ങരയിൽ സ്വതന്ത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കർത്താന ദിവസം വെലങ്ങര നമ്മുടെ മരിച്ചുപോയ CK ഡാനിയൽ അപ്പച്ചന്റെ വീടിന് മുമ്പിൽ ഞാൻ ഇങ്ങനെ ഹർത്താൽ പ്രസംഗിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു 20ഓളം ആൾക്കാർ വന്നിട്ട്
സ്വതന്ത്രം എന്റെ മൈക്ക് കേബിൾ ഉരുക്കുന്നു, സ്വതന്ത്രം ഉരുട്ട് ഇവിടെ പ്രസംഗിക്കാനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് അറിയാം, പക്ഷെ ഇന്ന് പ്രസംഗിക്കാനോ പറ്റില്ല. സ്വതന്ത്രം ബലങ്ങളെ പോലും നമുക്ക് നേരെ വീണ്ടും പ്രസംഗിക്കാനോ ചെയ്യാം. സ്വതന്ത്രം അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം എന്ന് നിലവിലുണ്ട്. ആമേൻ. അല്ലെങ്കിൽ കരകളിൽ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. എങ്കിലും അതിനെല്ലാം നടുവിൽ നിൽപ്പാൻ വലിയവനായ ദൈവം നമ്മെ ശക്തീകരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പല പ്രദേശങ്ങളിൽ വിളിച്ച് അനേക സ്ഥലങ്ങളിൽ പോകുവാൻ ദൈവം സംസാരത്തിനിടയിൽ നിൽക്കൊണ്ട് അനേക പാഠശാസ്ത്രത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. സ്വതന്ത്രം ആ ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവം നമുക്ക് ഒരു മഹാ നിയോഗം നൽകപ്പെട്ടിട്ടുണ്ട്. സ്വതന്ത്രം ഇരമ്യാവിനോട് പറഞ്ഞു, നീ ബാലെന്ന് പറയരുത്. അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ അതിന്റെ പൂർണ്ണ അളവിൽ നിറവേറ്റപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ഞാൻ പറയാം, ഇവിടെ ആയിരിക്കുന്ന നമ്മെ കുറിച്ചെല്ലാം ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. എത്ര സന്തോഷമുണ്ട്. വലിയ നിയോഗം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവം സംസാരിക്കുമ്പോൾ തന്നെ ആ നിയോഗം നമ്മുടെ മേൽ അതിശക്തിയോടെ പകരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ദൈവത്തിന് ഇവിടെ ഒരു ഞാൻ വായിച്ച വേദവാക്യത്തില് സ്വതന്ത്രം പൗലോസിനെ ആണ് നിയോഗം കൊടുത്തത്. സ്വതന്ത്രം പൗലോസിന്റെ നിയോഗം തിരിച്ചറിയും. അവൻ സ്വതന്ത്രം യാതൊന്നും നോക്കാതെ ആ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഇടയായിരുന്നു. ഞാൻ പറയാം, പല ഉദ്ദേശം എല്ലാവരും കാണാം. എനിക്ക് ഇവിടെ നിൽക്കുന്ന ഉദ്ദേശം ഉണ്ടാകാം, അത് ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും പല ഉദ്ദേശങ്ങളുണ്ട്. സ്വതന്ത്രം എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, ദൈവത്തിന്റെ ഉദ്ദേശം മാത്രമേ നടക്കുകയുള്ളൂ. മാത്രമല്ല ഒരു കാര്യം പറയാം, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നറിഞ്ഞ് ആ നിയോഗത്തിന് വേണ്ടി എന്ത് ചെയ്യണം? നാം സ്വതന്ത്രം ഇറങ്ങി പുറപ്പെടുവാൻ ഇടയായിത്തീരണം. സ്വതന്ത്രം ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ നല്ലപ്പോൾ വരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഈ വെളിപ്പാട് കിട്ടിയെന്നറിയാമോ? സ്വന്തം എപ്പോഴാണ് അവൻ പറഞ്ഞതെന്നറിയാമോ? തന്റെ ശുശ്രൂഷയുടെ അവസാന സമയത്താണ് പൗലോസ് ഇത് പറയുവാൻ ഇടയായിട്ടുള്ളത്. സ്വന്തം തന്റെ ആദ്യകാലങ്ങളിലൊന്നും അവരത് അവകാശപ്പെട്ടില്ല. എന്നാൽ ഇവിടെ പറയുന്നു, ഇതാ ഞാൻ ഭാര്യകളെ അർപ്പിക്കപ്പെടുവാൻ പോവുകയാണ്, എന്റെ നിര്യാണക്കാലവും അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ താൻ മരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് സ്വന്തം യാതൊന്ന ശബ്ദം അവന്റെ കർണപുടങ്ങളിൽ എത്തിയപ്പോഴാണ് പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ വരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ വലിയ കപ്പൽ മുതലാളിയായിരുന്നത് അദ്ദേഹത്തിന്റെ പിതാവെന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സ്വത്രം ഒരു കോൽച്ചുരുളും ഒരു പുതപ്പും സ്വത്രം ഒരു രോഗവും മാത്രമേ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സ്വന്തം ഇന്നത്തെ കാലത്ത് ദശാംശം കൊടുക്കുമ്പോൾ അന്നത്തെ കാലത്ത് ദശാംശമായിരുന്നില്ല. പിന്നെയോ സ്വന്തം അന്നത്തെ ജനം മുഴുവൻ അവരുടെ സകല വസ്തുവകകളും വിറ്റ് കാൽക്കൽ കൊണ്ടുവെക്കുന്ന ഈ സമയത്താണ് സ്വന്തം ഒരു ദൈവദാസൻ, അത് വലിയ ധനാഠ്യനായ ദൈവദാസൻ, ഇതൊക്കെ സ്വീകരിച്ച ദൈവദാസൻ സ്വന്തമാമേൻ ഒരു തോൽച്ചുരുളും സ്വന്തമാമേൻ ഒരു പുതപ്പും മാത്രമായി സ്വന്തം അന്ത്യകാല സന്തോഷത്തോടെ അയൽപ്പാദത്തിനിടയായിത്തീരുന്നു. സ്വന്തം മരണമെടുത്തപ്പോൾ അവൻ പറയുന്നു, ഞാൻ നല്ല പോർ വരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറഞ്ഞാൽ ഇന്ന് വരെയുള്ള തലമുറയോട് മുഴുവനായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ നല്ല പോർ വരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീ അത് ചെയ്തു എന്ന് തിമോത്തിയോസിനോട് ചോദിക്കുമ്പോൾ നമ്മളോട് മുഴുവനായിട്ടുള്ള ചോദ്യമാണ് ദൈവത്തിന്റെ ആത്മാവ് ചോദിച്ചു. സ്വന്തം എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. സ്വന്തം ഒരു കാര്യം പറയുന്നത്, എന്റെ ക്രൂശെടുപ്പാൻ ഇച്ഛിക്കുന്നവർ എന്ത് ചെയ്യണം? എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ക്രൂശ് എന്താണ്? കഷ്ടതയാണെന്ന് പറയുന്നു. പക്ഷെ ഞാൻ പറയുന്നു അല്ല. യേശുവിനെ സംബന്ധിച്ച് ആ ക്രൂശ് എന്ന് പറയുന്നത് അവന്റെ മരണമായിരുന്നെങ്കിൽ സ്വന്തമാമേ യേശുവിന്റെ പിറകെ വരുന്നവൻ ആ മരണമെടുത്തുകൊണ്ട് വേണം വരാനെന്നാണ് യേശു പറഞ്ഞത്. സ്വന്തം ഞാൻ പറയാം, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നു, വളരെ മനോഹരമായ വെള്ളം ഉടുപ്പിട്ട് നിൽക്കുന്നു, ബാറ്റിട്ടുണ്ട്, സ്വന്തമാമേ അല്ലെങ്കിൽ ബെൽറ്റ് ധരിച്ചിട്ടുണ്ട്, സ്വന്തമാമേ കണ്ണട വെച്ചിട്ടുണ്ട്, ഒരു എന്നെ കൊണ്ട് കഴിയാത്ത രീതിയിലെല്ലാം ഞാൻ ഒരുങ്ങി വന്നിരിക്കുന്നു. പൈസലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും ഇനി ഒരു മടങ്ങിപ്പോക്ക് സാധ്യമല്ല. ഇതിലോ എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടായാലും എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായിരുന്നാലും അനേക ദൈവദാസന്മാർ അവരെ കാണുമ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നു, അവരുടെ ജീവിതത്തിലേക്ക് കടന്നില്ലാമെങ്കിൽ അവരനുഭവിച്ച യാതനകൾ സ്വന്തമാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ചിന്തിക്കുവാൻ പോലും കഴിയുന്നതല്ല. ഞാൻ ഉപദേശിച്ച കൊച്ചുമകനായി സ്വന്തമല്ല കൊച്ചുമകനായി അദ്ദേഹത്തിന്റെ എന്റെ അപ്പനമ്മ മരിച്ചിട്ട് അദ്ദേഹത്തോടൊപ്പം വളർന്നൊരാളാണ്. സ്വന്തം
ആമേൻ. പാർശ്വത്തിന്റെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. സ്വന്തം എങ്കിലും ഞാൻ തെറ്റിപ്പോയി. സ്വന്തം ആമേൻ. കാരണം വെളിപ്പാടില്ലാത്ത സമയമായതുകൊണ്ട് സ്വന്തം ആമേൻ അതുകൊണ്ടാണ് സംഭവിച്ചത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താമോ? സ്വന്തം പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ വരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്ത് ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. സ്വന്തം ആമേൻ. ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനാണ് ഞാൻ ഈ ഭാഗം സ്വന്തം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെച്ചത്. സ്വന്തം ഒരു വാക്യം കൂടെ വായിക്കാം. യോശുവയുടെ പുസ്തകം 11-ാമത്തെ 22-ാമത്തെ വാക്യം ശ്രദ്ധ ഉയർത്തി വായിക്കും. ഇവിടെ പറയുന്നത് ഗത്തിലും അസ്തോദിലും മാത്രമല്ലാതെ ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരനാക്യമല്ലനും ശേഷിച്ചിരിക്കുന്നത്. ഒരു വലിയ പ്രസ്താവനയാണ് ഇവിടെ കാണുന്നത്. സ്വത്രം എന്താണ് അവിടെ വായിക്കുന്നത്? ഗസയിലും ഗത്തിലും അസ്തോദിലും മാത്രമല്ലാതെ അനാക്യമല്ലന്മാർ സ്വത്രം ശേഷിച്ചിരുന്നു. സ്വത്രം യോശുവയെ വിളിച്ചത് ഇസ്രായേൽ മക്കൾക്ക് തന്റെ ദേശം വിഭാഗിച്ചു കൊടുക്കാനാണ്. സ്വതം അത് പറയുന്നുണ്ട്. സ്വതം മോശെ വിളിച്ചു, തന്റെ ജനത്തെ വിടുവിച്ച് സ്വതം നീ പുറത്തു കൊണ്ടുവരണം, എന്നെ ആരാധിപ്പാൻ, എന്റെ ജനത്തെ വിട്ടയക്കാൻ നീ ആ ഭരണോട് പറയണം, മിസ്രയീം രാജാവിനോട് പറയണമെന്ന് പറഞ്ഞ് അവരെ നിയോഗം കൊടുത്തുകൊണ്ട് അവരെ വിളിച്ചിറക്കി ആ ജനക്കൂട്ടത്തെ കൊണ്ടുവന്നിട്ട് സ്വന്തം വാസത്തെ ദേശത്ത് മോശയ്ക്ക് കാലുണ്ടാൻ കഴിഞ്ഞില്ല. അവൻ ന്യായമായിട്ടും യോശുവയ്ക്ക് സംശയം ഉണ്ടാകാം. മോശയെ ആ ദേശത്ത് കാലുകൂട്ടിയില്ല. സ്വന്തം അവൻ സകല അധികാരവും പകർന്നു നൽകപ്പെട്ടവനാണ്. സ്വന്തം ഒരു ജനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം കൈ കൊടുത്തവനെ പാതി വഴിയിൽ വെച്ച് സ്വന്തം അവന്റെ ജീവനെ കൊടുത്തു. ഇവരെന്ന് കാണാൻ മാത്രം പറഞ്ഞു. അപ്പോൾ ആ അടുത്ത നിയോഗം യോശുവയ്ക്കാണ്. എന്നാൽ സ്വന്തം യോശുവയോട് വളരെ വ്യക്തമായി മോശ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഇന്ന ദേശം നമുക്ക് വേദപുസ്തകമായി സമയമല്ലോ. വേദപുസ്തകം വായിക്കുമ്പോൾ ഇന്ന അതിരുകൾ, ഇന്ന ഭാഗങ്ങൾ, ഇന്ന ഗോത്രത്തിന് എന്ന് പറഞ്ഞ് സ്വന്തം അതിരിട്ട് വിരിച്ച് അതിന്റെ കണക്കെല്ലാം യോശുവയെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാം, യോശുവ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മ പറഞ്ഞു, നീ അവർക്ക് ദേശം എന്ത് ചെയ്യും? വിഭാഗിച്ചു. അത് ഉറപ്പ് പറയാം, നീ ദേശം വിഭാഗിച്ചു. അത്ര ഉറപ്പിന്മേൽ അവനെ സ്വന്തം പറഞ്ഞിരിക്കുകയാണ്. സ്വന്തം നമുക്കറിയാം, യോശുവയുടെ നേതൃത്വത്തിൽ സ്വന്തം യോർദാൻ കടന്ന് അക്കരെ സ്വന്തം അവൻ പിന്നീടുള്ള ചരിത്രമാണ് നാം വായിക്കുന്നത്. സ്വന്തം എങ്കിലും എല്ലാ ദേശവും അവൻ യുദ്ധം ചെയ്യുന്നവര് സ്വന്തം അവൻ ഒട്ടും കുറഞ്ഞിട്ടല്ല. സ്വന്തം അവൻ അനാക്യമല്ലന്മാരെ കണ്ട് പേടിച്ചവരല്ല. യോശുവയും കാലവും സ്വന്തം ഞാൻ പറയാം പിശാചിനെ കണ്ട് പേടിക്കുന്നവരല്ല ദൈവദാസന്മാർ. ഇന്നൊരു വലിയ ട്രെൻഡുണ്ട്. എന്താറിയോ? പിശാചായി കഴിഞ്ഞാൽ ദൈവദാസന്മാര് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുമില്ല, അതിനെ ശാസിക്കുന്നുമില്ല. എന്താ കാര്യം അറിയാമോ? എനിക്കറിയാം സ്വന്തം അനേക സുഷയുന്ന നടുവിൽ ഞാൻ ആ സുഷയും ദൈവദാസനാണ്. സ്വന്തം അവൻ എന്താ പേടിച്ചറിയാമോ? ഈ ഇത് പ്രാർത്ഥിച്ചാൽ തങ്ങളുടെ നന്മയ്ക്ക് എന്തോ തടസ്സമുണ്ടാകുമെന്ന് അവർ ഭയപ്പെടുകയാണ്. സ്വന്തം തങ്ങളുടെ ജീവന് ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഞാൻ നിനക്ക് സകല അധികാരം നൽകി തന്നെ അയക്കുന്നത്. സ്വന്തം അവൻ നീ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നീ അത് സാക്ഷിയാകുമെന്ന വചനം പറയുന്നത്. ആ ശക്തി തന്നെ അയച്ചിരിക്കുമ്പോൾ പിന്നെ നീ പേടിക്കുന്നതിനാണ്. ഇതിനോട് യോശുവ പറഞ്ഞു, നീ സകല ദേശവും വെട്ടിപ്പിടിക്കണം. അവൻ ദേശങ്ങൾ വെട്ടിപ്പിടിച്ചു. എന്നിട്ട് എല്ലായിടത്തും യുദ്ധം ചെയ്തിട്ടും ഒരു വാക്കിൽ എഴുതിയിരിക്കുന്നു. അറിയാമോ? ഗസയിലും ഗത്തിലും അസ്തോദിലും മാത്രമല്ലാതെ അനാക്യമല്ലന്മാർ കേട്ടിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അത് മാത്രം ഞാൻ കൃത്യസമയത്തിരിക്കും. കരങ്ങളിൽ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാണ്. 3 സ്ഥലം ഇവിടെ പറയുന്നു. എല്ലാ യോശുവ എല്ലാം പങ്കെടുത്ത് ചെയ്തു. സ്വതന്ത്രം അവൻ സകല ദേശങ്ങളും സ്വതന്ത്രം വെട്ടിപ്പിടിച്ചു. സ്വതന്ത്രം ഫെലിസ്ത്യ പട്ടണങ്ങൾ 5 ഫെലിസ്ത്യ പട്ടണങ്ങളാണ്. ഗത്ത്, അസ്തോദ്, എസ്കലോൻ. സ്വതന്ത്രം ഇതിലെ 5 പട്ടണങ്ങളിലെ 3 പട്ടണങ്ങളിൽ ഇപ്പോഴും അനാക്യമല്ലന്മാർ ശേഷിച്ചിരിക്കുന്നു. സ്വതന്ത്രം എന്താണ് അവന് കൊടുത്ത നിയോഗം? സകല പട്ടണങ്ങളിലെയും ശത്രുവിനെ, അനാക്യമല്ലന്മാരെ തകർത്തെറിയണമെന്നുള്ള ദൂതും ആലോചനയും കേട്ട് പുറപ്പെട്ടവനാൽ 3 പട്ടണങ്ങളിലെ അനാക്യമല്ലന്മാരെ തകർക്കാൻ വേണ്ടിയില്ല. അത് യോശുവയുടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. യോശുവയ്ക്ക് മനസ്സുള്ളവരാ. പക്ഷേ യോശുവ കൊണ്ട് 3 പട്ടണത്തിൽ ഈ അനാക്യമല്ലന്മാരെ സ്വന്തം തകർത്ത് കളയുവാൻ കഴിഞ്ഞില്ല.
സ്വന്തം. പക്ഷെ എന്താ പറ്റുന്നറിയാമോ? അങ്ങനെ തകർത്ത് കളയാത്തത് കൊണ്ട് പിൽക്കാലത്ത് ഈ 3 പട്ടണങ്ങളിൽ നിന്നും പിശ എഴുന്നേൽക്കും. നിങ്ങൾ പത്രങ്ങൾ വായിക്കുന്നവരാണല്ലോ സ്വന്തം. അവൻ ഇസ്രായേലിന്റെ ചരിത്രം, ലോക ചരിത്രം വായിക്കുമ്പോൾ ഇന്നും പിശാച് ശക്തി നിൽക്കുന്ന ദേശമാണ് ഗസ അല്ലെങ്കിൽ ഗാസ. അവൻ ഇന്നും അവരവിടെ ബലം പിടിച്ചു നിൽക്കുകയാണ്. ദൂതമനസ്സിനെ കരകളെ ദൈവത്തിന് അകത്തപ്പെടുത്തിയാണ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു. നിന്നെ ഒരു ദേശത്തേക്ക് അയക്കുമ്പോൾ ശത്രുവിന് യാതൊരു പരിധി കൊടുക്കരുത്, ഒരു വഴി കൊടുക്കാൻ പാടില്ല. സ്വന്തം പരിധി കൊടുത്താൽ, വളരെ ദൂരത്തിൽ പരിധി കൊടുത്താൽ നീ ചില ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടത്. നിയോഗം കൊടുത്തിട്ടുണ്ട്, ഇരമ്യാവിന് നിയോഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ, യെശയ്യാവിന് നിയോഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ, തന്റെ അഭിഷക്തന്മാർക്ക് നിയോഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വന്തമാവൻ അനേകരെ സ്വന്തമാവൻ ആ നിയോഗം അതിന് പൂർണ്ണ അളവിൽ സ്വന്തം അത് ഉപയോഗിക്കപ്പെട്ടവരാണ്. സ്വന്തം മോശം ശബരിനോട് പറഞ്ഞു, ഈ അമാലേക്കന് മുഴുവൻ ഉന്മൂലനാശം വരുത്തണം. അമാലേക്കൻ അത് ചെയ്ത് സ്വന്തം ശബരിന് ചെയ്തില്ല. എന്താ പറ്റുന്നറിയാമോ? പരിസ്ഥിയ പാളയത്തിൽ അവൻ യുദ്ധത്തിൽ മുറിവേറ്റ് കിടക്കുമ്പോൾ അതുവഴി അമാലേക്കും വന്നു. അവരോട് പറഞ്ഞു, നീ എന്തിനാണ് എന്നെ കൊല്ലണം, ഞാൻ കുത്തേറ്റ് കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടതെന്ന് അറിയാമോ? ഈ അമാലേക്കിനാൽ തന്നെ ആര് മരിക്കണം? ശൗല് മരിക്കണം. കാരണം നിറമണിയാണ് യുദ്ധം ചെയ്തവനല്ല. അമാലേക്കിനെ മുഴുവൻ അവന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു. അവനെ മുഴുവൻ ഉന്മൂലനാശം വരുത്തണമെന്ന് പറഞ്ഞപ്പോൾ അവൻ അതിന്റെ തലവനായ ആഗാഗിനെയും ചിരതിനെയും ശേഷിപ്പിച്ചവനത്രേ ഈ ശൗൽ. അതുകൊണ്ട് എന്താ പറ്റി? അവന്റെ കൂടെ അവന്റെ പുത്രനും മരിക്കപ്പെട്ടു. സ്വതന്ത്രം. എന്നാൽ 2 സമയത്തിന്റെ പുസ്തകം 1-ാമത്തെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വേണ്ടിയിരിക്കും. 1-ാമത്തെ വാക്യത്തിൽ അവൻ അമാലേക്കിനെ സംഹരിച്ചതിന് ശേഷം സിക്ലാഹിൽ വന്നിരിക്കുമ്പോൾ ഒരുവനോട് ഇരുന്നുള്ളൂ. അപ്പോഴും 10 തന്നെ വെട്ടിട്ടാവുന്നത് ആരാ? ദാവീദ്. എവിടെ 10 അമാലേക്കുമെന്ന് പറഞ്ഞാൽ റോഡിൽ അമാലേക്കുമെന്ന് പറഞ്ഞാൽ അന്നേരെ വണ്ടി എടുക്കാൻ പോവുക, അവനെ വെട്ടി അറിഞ്ഞിട്ടല്ലാതെ പിന്നെ അവൻ അടങ്ങിയിരിക്കത്തില്ല. അത്ര ആവേശമുള്ളവൻ. അതുകൊണ്ട് എന്താ പറ്റുന്നറിയാമോ? തിരുവനന്തപുരം വായിക്കുന്നു. സ്വന്തമാമേ ശലോമോന്റെ കാലത്തൊക്കെയും അവന് സ്വസ്ഥം ലഭിച്ചു. മകന്റെ ജോലിയും കൂടെ അപ്പം ചെയ്ത് നിർത്തു. സ്വന്തം. അതുകൊണ്ട് അവൻ യുദ്ധം ചെയ്യേണ്ടത് ശലോമോന് യുദ്ധം ചെയ്യേണ്ടതായി വന്നില്ല. എന്ത് സ്വന്തമാമേ തന്നെ ഏൽപ്പിച്ച യുദ്ധം നടപടി അയച്ചു. ഇവിടെ പറ്റുന്നതറിയാമോ? ഒരുത്തൻ അഭിഷേകം പ്രാപിച്ചിട്ട് ഗസയിലേക്ക് പോവുക. ഭദ്രം ആരാ? ശിംശോൻ. ഭദ്രം ഉടനെ ഗസയിൽ എന്തെന്നറിയാമോ? അനാസ്യമല്ലമാരെഴുതി അവൻ ചോദിച്ചു. ഞാൻ പുസ്തകം അത് ചോദിക്കുന്നു. ഒരു ശക്തി പുറപ്പെട്ടു വരുന്നുണ്ടല്ലോ സ്വതന്ത്രം. ഈ ശക്തി അത് ശിംശോനിൽ നിന്നാണ് വ്യാപരിക്കുന്നത്. ഇവന്റെ ശക്തിയുടെ ഉറവിടം എവിടെ നിന്ന് അന്വേഷിച്ചുകൊണ്ട് ഗസയിൽ നിന്നും അനാഥ്യമല്ലന്മാരെഴുതി. കാരണമെന്ന് വല്യപ്പച്ചൻ വിട്ടുകളഞ്ഞ അതേ സ്ഥലത്തു നിന്ന് കൊച്ചുമകൻ അഭിഷേകമായി വരുമ്പോൾ അവന്റെ അഭിഷേകത്തിന്റെ ശക്തിയെ തകർത്തു കളയുവാൻ ഗസയിൽ നിന്നും ശക്തി നിൽക്കുകയാണ്. തലമുറകളുടെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന അന്ധകാര മണ്ഡലത്തിന് ഇന്ന് പകൽ പ്രത്യേകപ്പെടുന്നവരെ വിശ്വസിക്കുന്നത് വചനമെന്ന വാളുന്ന രാത്രി പകൽ ധരിക്കുകയാണ്. ഉടവന ഹമ്പൽ കടകെത്തിയ തന്റെ തലമുറകളുടെ വ്യാപരിക്കേണ്ട അശ്വതമാവിൻ ആത്മാവിന്റെ ശക്തിയെ ചോർത്തിക്കളയുവാൻ, അതിനെ തകർത്ത് കളയുവാൻ, അവരുടെ വെളിപ്പെടേണ്ട ശുശ്രൂഷകളെ തകർത്ത് കളയാൻ എഴുന്നേറ്റിരിക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങൾ, ഇരുട്ടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറുകയാണ്. കരങ്ങളെ അടിച്ച ദൈവത്തിന് മഹത്വപ്പെടുക. ഇന്ന് അടുത്ത നാം കാണുന്നു. ഒരു പുസ്തകം നാം വായിച്ചു. സ്വന്തം ഗത്തിൽ നിന്ന് നിർത്തിയത് കാരണം അറിയാമോ? ഗോലിയാത്ത് എന്ന് പറയുന്നത് എന്തിനാണ് എഴുതുന്നത്? ഒരു ജനശക്തിപ്പെട്ടപ്പോൾ, ഒരു കൂട്ടം ശക്തരായിട്ടിരുന്നപ്പോൾ ആ ജനക്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ സഭ ശക്തിപ്പെട്ടപ്പോൾ ആരെഴുതച്ചു? ഗത്തിൽ നിന്ന് അനാഥ്യമല്ലന്മാരെഴുതച്ചു. സ്വന്തം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആ ഗത്തിൽ എഴുതേറ്റ ഗോലിയാത്തിനെ തകർക്കുവാൻ സ്വന്തമാവെ ദാവീദിലൂടെ വെളിപ്പെട്ട അഭിഷേകത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കരകളിൽ ദൈവത്തിന് മഹത്വപ്പെടുത്തുക. സ്വന്തമാവെ അടുത്ത വിഷയം, ഒരു ജനം ആരാധന ശക്തിപ്പെട്ടപ്പോൾ, ഞാൻ പറയാം എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും ഇസ്രായേൽ മക്കളുടെ പാളയത്തിൽ ചിലപ്പോൾ ആർക്കും വിളിയുണ്ടാകും. എന്താ കാരണം അറിയോ? അവിടേക്ക് പെട്ടകം വരും. പെട്ടകം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. സ്വന്തം
അപ്പൊ അവളുടെ നടുവിലെ പരാജയപ്പെട്ടിരിക്കുന്ന സമയത്തും തകർന്നിരിക്കുന്ന സമയത്തും അവളുടെ നടുവിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ, പെട്ടകത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ ജനം ആർത്ത് വിളിക്കാൻ തുടങ്ങും. പിന്നെ അവരെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്വന്തം ഉടമ്പന്റെ സ്വന്തം ശത്രു പദ്ധതി ഒരുക്കി എവനെ തകർക്കണമെങ്കിൽ എവന്റെ പെട്ടകം എന്ത് ചെയ്യണം? പിടിക്കണം. എവന്റെ ആരാധന എത്തിപ്പെട്ടാൽ ഇവരെ തകർക്കാനൊക്കെ, അത് ഇവന്റെ ആർപ്പുവിളി ഉയർന്നാൽ ഇവരെ തകർക്കാനൊക്കത്തില്ല. സ്വന്തം ഇവന്റെ ശക്തിയുടെ സ്രോതസ് ഈ പെട്ടകമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പെട്ടകത്തെ പിടിച്ചുകൊണ്ട് അസ്തോദിലേക്ക് കൊണ്ടുപോയി. സ്വന്തം ആ പെട്ടകത്തെ മടക്കി വരുത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഇത് വൈകാണ്ട് കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിന്റെ മേഖലകൾ ഉന്നമിച്ചു നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ നമ്മുടെ സഭയ്ക്ക് നേരെ, നമ്മുടെ ആരാധനയ്ക്ക് നേരെ, നമ്മുടെ അഭിഷേകത്തിന് നേരെ ചലിക്കുന്ന അന്ധകാര ശക്തികൾ ഇന്ന് പകൽ തകർന്നുമാർ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരു കാര്യം പറയാം, വചനം അയക്കപ്പെട്ടാൽ അതിന്റെ പിഴുന്നത് ദൈവത്തിന് എന്താ പറയുന്നു? ശക്തമായി സ്വന്തമാവൻ ആരെങ്കിലും സ്വന്തമാവൻ നിയോഗമുള്ള ചിലർ ഇതിന്റെ നടുവിലുണ്ട്. അതുകൊണ്ടത്ര ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തോട് ഇടപെട്ടു. വലിയൊരു മഹാനിയോഗം അവരോട് പറയുന്നു, ഞാൻ നല്ല പോർവരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കും. ആമൻ. ആ നിയോഗം ഏറ്റെടുക്കുക. ഏത് പ്രതികൂലത്തിന്റെ നിലവിൽ, ഏത് പ്രതിസന്ധിയുടെ നിലവിൽ തളരാതെ പതരാതെ മുന്നേറും. നമ്മളെ എവിടെയാണ് ഏൽപ്പിച്ചത്? സ്വന്തം ഇവിടെ നിന്നെ അഭിഷേകം വായിച്ചിട്ടുണ്ടെങ്കിൽ നിന്നിലൂടെ തകർക്കപ്പെടേണ്ട അന്ധകാര മണ്ഡലങ്ങളുണ്ട്. സ്വന്തം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ നീ തകർത്ത് കളയുന്ന ചില സ്വന്തം പിശാചിന്റെ പ്രവൃത്തികളുണ്ട്. സ്വന്തം ചില ദേശങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്വന്തം ചില ദേശങ്ങൾ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ ഒന്നടങ്കം തകരുവാൻ നിന്നിലൂടെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്വന്തം ആ ഒരു മഹാ നിയോഗത്തിലേക്ക് പ്രവേശിപ്പാൻ വലിയവനായ ദൈവം ശക്തീകരിക്കേണ്ട വിലപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഗ്രഹിക്കുമാറാക്കട്ടെ.